മെനു എന്നാ എന്തെങ്കിലും സംസാരിക്കണം. നിങ്ങൾ നമ്മള് ഫുള്ള് മറ്റേ സിനിമ കാണാൻ നോട്ട് എടുക്ക എല്ലാരും. ഞാൻ നോട്ടെടുക്കാം. അണ്ണാ മറ്റേ നമ്മളെ ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടോ? ബിസിനസിന്റെ കാര്യമുണ്ട്. 5 കോടിയോളം 5 കോടിയുടെ ചെറിയ ഡീലിങ്സ് ഒക്കെ കെവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ചൊരു ഫണ്ട് അത് 500 കോടിയുടെ അതാണല്ലോ നമുക്ക് ഇപ്പൊ ഡീൽ ചെയ്യാലോ. അത് വലിയ പ്രശ്നമൊന്നുള്ള കാര്യമില്ല. ആണല്ലേ? കുഴപ്പമില്ല അണ്ണാ. നമ്മള് മറ്റേ ഫോർബ്സ് മാഗസീനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂക്ക് വേണ്ടി. ഇന്റർവ്യൂസ് ഒന്നും ഇപ്പൊ കമ്മിറ്റ് ചെയ്യണ്ട. അണ്ണാ അണ്ണനെ വന്ന് ലവ് ലെറ്റർ ഒക്കെ നമ്മളെ കത്തിച്ചോളട്ടെ. കാണാൻ വേണ്ടിട്ട് ഹെലൻ ഹെലൻ വരൂ കണ്ട അണ്ണന് അത്ര ഗസ്റ്റിനല്ല അത്ര ഇതെല്ലാം അണ്ണന്റെ സ്ഥലമാ. നമ്മളെ സ്ഥലല്ലേ. കഴിക്കാൻ എന്താ വേണ്ട? ദോശ, ഇഡലി, അപ്പം, നെയ് റോസ്റ്റ്, ചായവട, മസാല വർമ്മ, ബിരിയാണി, സർബത്ത്. ഒന്നും തോന്നല്ലേ. കുട്ടി 5000-ഓളം വിലയുള്ള തലയത് മനസ്സിലായത്. 5000 കോടിയോളം. ചന്ദ്രു നമ്മള് കൺസൈൻമെന്റ് അടിച്ചോണ്ടിരിക്കുക. എന്റെ പേര് ഹെലൻ. ഹെലൻ നമ്മള് ജയിക്കും, മിക്കവാറും ജയിക്കും. സിറ്റിയിൽ എന്ത് ചെയ്യുന്നു? സിറ്റിയില് ഞാൻ EMS ആയിരുന്നു. ഇപ്പോ സ്റ്റിൽ വെറുതെ നടക്കല്ലേ? കൊറേ നാളായി സിറ്റിയിൽ വന്നിട്ട്? ഇല്ല കുറച്ചായിട്ടുള്ളൂ. കുറച്ചായിട്ടുള്ള. മറ്റേ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഞാൻ കാത്തു. കാത്തുനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? ആണോ? ഓക്കെ. നിങ്ങൾ ബ്രേക്കപ്പ് ആയോ? നിങ്ങളുടെ കുടുംബത്തിൽ എന്താ സ്ത്രീജനങ്ങളെ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാവാൻ ബ്രേക്കപ്പ്. അല്ലല്ല അവനിങ്ങനെ ഓരോരോ അല്ലല്ല അണ്ണ അവനിങ്ങനെ ഓരോ സത്യത്തിൽ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങളെ പ്രേമിക്കും എന്നിട്ട് ഒഴിവാക്കും. ആക്ച്വലി ചേട്ടൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. ചേട്ടൻ സമ്മതിക്കില്ല. ചേട്ടൻ അങ്ങനെ എന്ത് സമ്മതിക്കാമ? പെണ്ണുങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞു നടക്കുന്നത്. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല അണ്ണന് പെണ്ണുങ്ങളെ അങ്ങനെയല്ല. അണ്ണന് ഈ പ്രണയം അങ്ങനെയല്ല. എല്ലാരും നമുക്ക് കോമൺ ആയിട്ട് ഇഷ്ടമാണ്. അല്ല ഇവര് പേര് കൊണ്ട് ആകാശത്ത് വെക്കില്ലെങ്കിൽ കൊണ്ട് താഴെയിട്ട് കളയും കേട്ടോ. സത്യം. കുട്ടി അങ്ങനെ ഒരു ഇതില്ല നമ്മുടെ കൂട്ടത്തില്. മനസ്സിലായി? നമ്മുടെ ഇതില് അങ്ങനെ പെണ്ണുങ്ങള് വിരോധിയോ അങ്ങനൊന്നും ഇല്ല. നമ്മൾ വിമാനത്തിൽ എല്ലാം പറഞ്ഞേക്കുന്നത് നിങ്ങളൊക്കെ ഫാമിലി ആയി സെറ്റിൽ ആയി അടിയും വഴക്കൊക്കെ കുറച്ച്. അയ്യോ അങ്ങനെയല്ല, ഞങ്ങളോട് പറഞ്ഞത് കുടുംബക്കാര്യം ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങളെ വീട്ടിൽ പറഞ്ഞത്. അവൻ അതിനുവേണ്ടി സർജറി ചെയ്യാൻ റെഡിയാന്നാ പറഞ്ഞത്. എന്ത് പെണ്ണാവാനാ? സർജറി പെണ്ണാവാനോ? സിംഗിൾ ആയിട്ടിരിക്കാൻ വേണ്ടി. അവന് സാവേജും കൂടെ കപ്പിൾ ആയിക്കോളാന്നാ പറഞ്ഞത്. അങ്ങനെയാണല്ലോ. അതിപ്പോഴാണല്ലോ. അതെ കുട്ടിക്ക് മനസ്സിലായില്ലേ? അണ്ണെന്നാണ് പറയുന്ന കുട്ടി വിചാരിക്കുന്നുണ്ടാ കത്തു? ഇല്ല ഒരിക്കലും. അത്യാവശ്യം ഫ്രീഡം നൽകുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക ലക്ഷ്മണ. കാര്യങ്ങള് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഞങ്ങൾ ഫുൾ ചില്ല. പെമ്പിള്ളേരെ 6 മണിക്ക് വീട്ടിൽ കയറാൻ പറയും. നമ്മള് പറയില്ല. നമ്മൾ 6:30 ആകുമ്പോ കയറാൻ പറയും. നമ്മളൊരു 6:15 വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു ഫാമിലിയല്ല ഞങ്ങളെ. അതെ മോഡേണാ. പിന്നെ ഇങ്ങനത്തെ ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയാണ് അവൻ ഈ ഇതൊക്കെ പറഞ്ഞിറങ്ങിയത്. ഞങ്ങക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റണില്ല. അയ്യോ അത് ആലോചിക്കാൻ പോലും വയ്യ നമുക്ക്. അവനിങ്ങനെ തന്നെയാണ് ഓരോരുത്തരെ ഓരോ പെണ്ണുങ്ങൾ ഓരോന്ന് പറഞ്ഞു പറ്റിക്കുന്നിട്ട് അണ്ണന്റെ പേര് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. ഇതൊക്കെ കുട്ടി ഒഴിവാക്കാൻ വേണ്ടിട്ട് അവൻ പറഞ്ഞ വെറും ഒരു റീസൺ മാത്രമാണ്. മനസ്സിലായോ? വെറും റീസൺ. നിങ്ങളുടെ കുടുംബത്തിനല്ലേ അത് മോശം. അത് ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. ഇന്ന് ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ എന്തായാലും ഇത് ചോദിക്കാൻ കുട്ടി. എനിക്ക് അതല്ല പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇത് ചോദിക്കാം. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. കുട്ടി എന്താ പരിപാടി സിറ്റിയില്?
പരിപാടിയൊന്നുമില്ല, ചുമ്മാ നടക്കുക. ആണല്ലേ? ഫുൾ പേരെന്താ കുട്ടി? ഫുൾ പേര് പേര് ഹെലൻ മരിയ. മരിയ. അല്ല ഈ കാലത്ത് ചോദിച്ചേ പറ്റുള്ളൂ. മരിയ അമ്മയുടെ പേരാണോ? അല്ലല്ലല്ല, അച്ഛനാണോ അപ്പോ? ഫുൾ നെയിമാണ് ഹെലൻ മരിയ. ആണല്ലേ? ഓ. അല്ല ഇതൊക്കെ ചോദിച്ചറിയണല്ലേ? ജസ്റ്റ് ചുമ്മാ അറിഞ്ഞിരിക്കാൻ കുട്ടി വേണ്ടി. ഇരിക്കൂ, എന്തിനാ ഓ എന്തോ ഒരു മാച്ച് അല്ലേ? അണ്ണന്റെ ഫുൾ നെയിമും 2 പേര്, കുട്ടിയുടെ ഫുൾ നെയിമും 2 പേര്. അതെ അതെ, വേറെ ആർക്കും ഇല്ല. സഡൻ സർപ്രൈസ്. ചേട്ടന്റെ ഫുൾ പേരെന്താ? പരിന്ത് വാസു 2 പേര്. ഇതേപോലെ 2 പേര്. അതെ 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 അതെ. ശരിക്കും 3 പേരാണ്. ടി.വി.എ. പരുന്തുവാസു. അങ്ങനെയുണ്ട് അല്ല, അത് കുടുംബപ്പേരല്ലേ? അങ്ങനെയുണ്ട്. അത് കുടുംബ പേര്. അതെ അതെ, പാസ്പോർട്ട് കൊടുക്കുമ്പോ അങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മള്. അതെ അതെ അതെ. ആണല്ലേ? എല്ലാരും. ഓക്കെ ഓക്കെ ഓക്കെ. അതെ 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 അതെ. അപ്പൊ ഇപ്പൊ EMS ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വേറെ ജോലികളൊന്നും ചെയ്യുന്നില്ല? ഇല്ല, ഇപ്പൊ ഞാൻ വെറുതെ നടക്കുക സിറ്റിയില്. വെറുതെ നടക്കാല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര ജോലിയാണ് ചേട്ടാ. പറയുന്ന പോലെ ഈ മീനൂറ്റിയുടെ പുറകെ ഓടാൻ തന്നെ സമയം വേണം. എന്ത് സമയം വേണമെന്ന് അറിയാമോ? മനസ്സിലാവും. ഊട്ടിയിട്ട് പിന്നെ ഒരു വിക്കുവാനുണ്ട്. നല്ലോണം മനസ്സിലായി. ഞാൻ ഇവരുടെ പുറകെ തന്നെ ഇങ്ങനെ. അപ്പൊ എനിക്ക് ഇല്ലേ അണ്ണ, ഒരു കാര്യം പറയാനുണ്ട്. ഹെലന് മോനുണ്ടോ? അണ്ണ എനിക്ക് ഈ കണക്കും അണ്ണന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇച്ചിരി എക്സോസ്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അണ്ണൻ ഒരു PA വെക്കുവാണെങ്കിൽ അത് കൊള്ളായിരുന്നു അണ്ണ. നമുക്ക് അതിനെ പറ്റി പയ്യെ ആലോചിക്കാം. ഞാൻ എന്തായാലും ഉടനെ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ മന്ദാരം ചേട്ടൻ എന്താ ഇങ്ങനെ വന്ന സമയം തൊട്ടാ ബുക്കിന്ന് കണ്ണെടുക്കുന്നത്? 5000 കോടിയോളം അത് നമ്മുടെ ഒരു 5000 കോടിയുടെ ഒരു പ്രോജക്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ ജസ്റ്റ് അവന് വേണ്ടിട്ട് കൊടുത്തേക്ക്. അപ്പൊ അവൻ അതിന്റെ രാവിലെ തൊട്ട് അതിന്റെ പുറകിലാണ്. ബിസിനസ് ആണേ. ഈ 5000 കോടിയുടെ പ്രോജക്റ്റ് ഒക്കെ നടത്തിയിട്ട് ഒരു കാൽക്കുലേറ്റർ അവൻ ആക്ച്വലി അബാക്കസ് അറിഞ്ഞൂടെ? കൈക്കണക്കാണ്. അതായത് കാൽക്കുലേറ്ററിൽ പേരെന്ന് എഴുതി സിമെന്റ് 1 കിലോ ഒന്നും കാൽക്കുലേറ്ററിൽ എഴുതാൻ പറ്റില്ലല്ലോ. പേപ്പറിൽ തന്നെ അതെ അതെ, ബാക്കിയുള്ളൊക്കെ അതൊക്കെ ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടവൻ ഒന്ന് ചെയ്യും. അതല്ലേ? അതെ മറ്റേ മനക്കണക്കിൽ സൂപ്പർമാൻ ബ്രോ, ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഇപ്പൊ വിളിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഈ ചേച്ചി എന്തുകൊണ്ടാണ് മോളെ എനിക്ക് സജസ്റ്റ് ചെയ്തത് അത് കേക്കട്ടെ. പിന്നെ നല്ല ബ്രില്യന്റ് ആണ്. പിന്നെ ചേച്ചി നല്ല സ്നേഹമുള്ള ചേച്ചിയാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണോ? ഈ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ? സൂപ്പർമാൻ അതല്ലടാ. ആണല്ലേ? ഈ ചേച്ചിക്ക് അങ്ങനെ എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലേ? അയ്യോ, അത് അങ്ങനെ പെട്ടെന്ന് 1000 ദിവസം അങ്ങനെ ചോദിച്ചാ അതൊരു ഇതാവും. അത് ശോകമല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരുമാതിരി അത് ശരിയാവില്ല. ഒരു സെക്കൻഡ്. ഹലോ, ഹലോ, ആരാണ്? എന്റെ പേര് പരന്തോഷാരാണ്. എന്റെ പേര് മുരളി. എനിക്ക് ഇവിടെ ഒരാള് നമ്പർ തന്നതാണേ. മറ്റേ പലേറ്റ വരെ നടന്നു പോയിക്കോന്ന് പറഞ്ഞു. നടന്നു പോയി. എന്തായാലും അവിടെ തിരിച്ചത്. ഇപ്പൊ ഗ്യാങ് ഓഫ് സർവീസിൽ കടന്നുകൊണ്ട് വരും. പിന്നെ ഉടനെ വരാം. സെറ്റിംഗ്സ് എയർപ്ലെയിൻ മോഡ്. ഓക്കെ, പറ. അതേ നടക്കുള്ളൂ. ഈ പെണ്ണുങ്ങളുടെ മനസ്സറിയാന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടാസ്കാ മീനുട്ടി. അതെങ്ങനെ? മീനുട്ടി കുഞ്ഞല്ലേ? അതാ എന്റെ പേടി. മീനുട്ടി കുഞ്ഞല്ലേ? അപ്പൊ പയ്യെ സെറ്റാക്കി നോക്കാം. മീനുട്ടി സംസാരിച്ച് നോക്ക് കേട്ടോ എന്നെ പറ്റിയൊക്കെ. ഇത് നീ കടയിൽ എന്നെ ഒരു ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് ആന വേണോ അതോ മുയൽ വേണോ എന്ന് ചോദിക്കുന്ന പോലെ ഞാൻ എങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയണേ? അതൊക്കെ ഉള്ളിൽ വരുന്ന ഒരു
മീനുട്ടി വളർന്നു വലുതാകുമ്പോഴേ മീനുട്ടിക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. മറ്റേ ചേച്ചി ഇതിന്റെ ആവശ്യമില്ല. ചേച്ചിക്ക് ഇതാണ് നമുക്കറിയാം. അതെ, അത് ഞാൻ ആലോചിച്ചില്ല. ശരിയാ. ഈ ചേച്ചിന്റെ കൂടെ ഞാൻ ഏറ്റു. ഞാൻ കണ്ടിരിച്ചോണ്ട് വന്നല്ലേ. അപ്പൊ ഈ കാര്യം ഞാൻ ഏറ്റു. ഞാൻ മീനുട്ടിയുടെ ഒരു കാര്യം പറഞ്ഞ ദേഷ്യം തോന്നുന്നു എന്നോട്. എന്താ? നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് നോക്കിയാലോ? അതെങ്ങനെയുണ്ട്? പാത്തുമാമ പറഞ്ഞ പിന്നെ മീനിറ്റി പാത്തുമാമന്റെ കൂടെയല്ലേ നിക്കോ. കുറെ ഒളിഞ്ഞിടക്കാര് വന്നിട്ടുണ്ട് ട്ടാ. അത് ഈ വണ്ടി കറക്കുന്ന പുള്ളിനെ ഇറക്കി വിടാൻ വന്നതാ. ഓക്കെ ഓക്കെ, അവനെ മാറ്റിട്ട് സ്പീഡ് കറക്കണ ഒരുത്തിനെ ഇതാക്ക്. നിങ്ങളൊന്ന് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഈ ഈ ഈ- ഈ ചെ- ഈ പേര് വീണ. അതൊക്കെ എന്തൊരു ചോദ്യം. പിന്നെ വേണ്ടെന്ന് പറയും ഇതൊക്കെ ആരെങ്കിലും. എന്നാ പിന്നെ നമ്മള് രണ്ടുപേരെയും വളയ്ക്കും. ഇതല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഹെലനക്ക് ഹെലന നല്ല പേര്, ഹെലന. ഹെലൻ ഹെലൻ. ഞാനില്ല ഹെലൻ. ആ, ഈ ഹെലന് വേറെ റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതില്ല. അതൊക്കെ ഞാൻ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ പാത്തുമാമയുടെ അടുത്ത് കൊണ്ടിരുത്തല്ലോ. ഉറപ്പാണല്ലേ? അപ്പോ ഞാനൊന്ന് ഇരുത്തി ആലോചിക്കണം എനിക്ക്. ഹാപ്പി ബർത്ത്ഡേ അക്കാച്ചിയോ? അതാരാ? മൈക്കി ഓജി. പാത്തുമാമ ആലോചിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞാ മതി. എല്ലാം വീണു കേട്ടു. ഞാൻ അപ്പഴേ എല്ലാം പറഞ്ഞില്ലേ ഞാൻ ഏറ്റെന്ന്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും പറയാം മീനുട്ടിയുടെ അടുത്ത്. വാ, നമുക്ക് ആ ചേച്ചിയോട് ജസ്റ്റ് സംസാരിക്കാം. വാ. എനിക്കങ്ങ് നാണം വരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ, സത്യം പറഞ്ഞ. പണ്ടത്തെ ഓജി നമ്മുടെ കാലമില്ലേ, ചുറ്റും ഇടത്ത് പെണ്ണ് വലത്ത് പെണ്ണ്, അവിടെ ഇവിടെ എല്ലാം പെണ്ണുങ്ങളും. അതൊരു കാലമായിരുന്നു.